മലയാളികൾക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു നടിയായ മഞ്ജു പത്രോസ്. അളിയൻസ് വേഴ്സസ് അളിയൻ എന്ന് പറഞ്ഞ പരമ്പരയിലൂടെയാണ് മഞ്ജു പത്രോസ് ആദ്യമായി സീരിയൽ ലോകത്തേക്ക് എത്തുന്നത്. പിന്നീട് ബിഗ് ബോസിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഇരട്ടി ആരാധകർ ഉണ്ടാകുന്നത്. എന്നാൽ താരത്തിന്റെ പുതിയ വിശേഷമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ അധികം വൈറലാവുന്നത്. താരത്തിനെതിരെ ഒരുപാട് പേരാണ് ഈ ഒരു കാര്യത്തിൽ വിമർശനവുമായി എത്തിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലടക്കം ഒരുപാട് സെലിബ്രിറ്റീസുകളാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷനുമായി രംഗത്ത് വരുന്നത്. പ്രത്യേകിച്ചും രേണു സുധിയെ പോലുള്ളവർ മാസം ഏകദേശം 6 ലക്ഷം രൂപയോളം സമ്പാദിക്കുന്നുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ ഒരു സംഭവം ഇപ്പോൾ മഞ്ജു പത്രോസും തുടങ്ങിയിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് താൻ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നതെന്ന് പറഞ്ഞ് മഞ്ജു തന്നെയാണ് ഈ കാര്യം വെളിപ്പെടുത്തിയത്. പലരും സബ്സ്ക്രിപ്ഷൻ എന്ന രീതിയെ വളരെയധികം മോശമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് എനിക്കും സബ്സ്ക്രിപ്ഷൻ തുടങ്ങാൻ ആദ്യം മടിയായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ ഞാനും തുടങ്ങിക്കഴിഞ്ഞു. താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യണം എന്നാണ് മഞ്ജു പറയുന്നത്. പക്ഷേ അതേസമയം എങ്ങനത്തെ കണ്ടന്റാണ് ഈ ഒരു സബ്സ്ക്രിപ്ഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുവെന്നും താരം വ്യക്തമാക്കുന്നു. മറ്റുള്ളവരെ പോലെ ത്രസിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഈ ഒരു സബ്സ്ക്രിപ്ഷനിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ലെന്നും അങ്ങനെ എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ ദയവായി ആരും സബ്സ്ക്രൈബ് ചെയ്യേണ്ട എന്നാണ് മഞ്ജു പത്രോസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആളുകൾ പലരും പല രീതിയിലാണ് ഇപ്പോൾ മോശമായി ഇതിനെക്കുറിച്ച് പറയുന്നത്. എന്നെയും ഒരുപാട് പേർ വിമർശിക്കും. പക്ഷേ എൻ്റെ യാത്രകളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാൻ മാത്രമാണ് ഈ ഒരു സബ്സ്ക്രിപ്ഷനിലൂടെ ഞാൻ പദ്ധതിയിട്ടിരിക്കുന്നതെന്നാണ് മഞ്ജു പത്രോസ് പറയുന്നത്. സീരിയലുകളിലും യൂട്യൂബിലും ഒക്കെ ഉള്ള താരത്തിന് ഇത്രയും ഗതികേടാണോ എന്നും ചോദിച്ചുകൊണ്ട് ഒരുപാട് പേരാണ് കമൻറ്റ് ചെയ്യുന്നതും. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക.